2025 സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു താരമായി ഉയർന്നു നിൽക്കുകയാണ്. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ മനുഷ്യന്റെ സർഗാത്മകതയോടും ബുദ്ധിശക്തിയോടും സമാനമായ രീതിയിൽ ഉള്ളടക്കങ്ങൾ, ചിത്രങ്ങൾ, ഓഡിയോകൾ, വീഡിയോകൾ, സോഫ്റ്റ്വെയർ കോഡുകൾ, സിമുലേഷനുകൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വിപ്ലവകരമായ ശക്തിയായി മാറിയിരിക്കുന്നു. ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമറുകൾ, മൾട്ടി മോഡൽ AI സിസ്റ്റങ്ങൾ, ഡിഫ്യൂഷൻ മോഡലുകൾ എന്നിവയിലെ നിരന്തരമായ പുരോഗതി വിവിധ മേഖലകളിൽ സർഗാത്മകതയുടെയും ഉൽപാദനക്ഷമതയുടെയും പുതിയ സാധ്യതകൾ തുറന്നിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ എഴുത്ത്, ചിത്രരചന, സംഗീത സൃഷ്ടി, ഡിസൈൻ ഓട്ടോമേഷൻ, സിനിമാ നിർമ്മാണം, ഗെയിം ഡെവലപ്മെന്റ്, മെഡിക്കൽ ഗവേഷണം, ഉപഭോക്തൃ സേവനങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ജനറേറ്റീവ് AIയുടെ കഴിവുകൾ ബിസിനസ്സുകൾക്ക് വേഗത്തിൽ നവീകരിക്കാനും വ്യക്തിഗതമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വലിയ തോതിൽ നൽകാനും സഹായിക്കുന്നു. ഇത് ഉപഭോക്താക്കളുമായുള്ള സംവേദനത്തിന്റെ രീതിയെ തന്നെ പുനർനിർവചിക്കുന്നു. ജനറേറ്റീവ് AIയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ബഹുമുഖതയാണ്. ഉദാഹരണത്തിന്, എഴുത്തിന്റെ മേഖലയിൽ ജനറേറ്റീവ് AIക്ക് ലേഖനങ്ങൾ, കഥകൾ, കവിതകൾ, മാർക്കറ്റിംഗ് ഉള്ളടക്കങ്ങൾ, ഇമെയിലുകൾ എന്നിവ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയും. ചിത്രകലയിൽ DALL-E, സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള മോഡലുകൾ ഉപയോഗിച്ച് ഒരു വാചക വിവരണം നൽകിയാൽ മനോഹരമായ ചിത്രങ്ങൾ, ഗ്രാഫിക്സ്, 3D മോഡലുകൾ എന്നിവ സൃഷ്ടിക്കാനാകും. സംഗീത മേഖലയിൽ AI ജനറേറ്റഡ് സംഗീത ട്രാക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ഒരു പ്രത്യേക ശൈലിയിലുള്ള ഗാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടുന്നു. മെഡിക്കൽ രംഗത്ത് ജനറേറ്റീവ് AI മരുന്നുകളുടെ രാസഘടന രൂപകൽപ്പന ചെയ്യാനും രോഗനിർണയത്തിന് സഹായിക്കാനും സങ്കീർണമായ ഡാറ്റാ സെറ്റുകൾ വിശകലനം ചെയ്യാനും ഉപയോഗിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിഗതമായ പഠന പാഠ്യപദ്ധതികൾ, ട്യൂട്ടോറിയലുകൾ, ഇന്ററാക്റ്റീവ് സിമുലേഷനുകൾ എന്നിവ സൃഷ്ടിക്കാൻ ജനറേറ്റീവ് AI സഹായിക്കുന്നു. 2025 ജനറേറ്റീവ് AIയുടെ ഉപയോഗം കൂടുതൽ ജനകീയമാകുന്നതിനാൽ ഇത് കൂടുതൽ ലളിതവും ഉപഭോക്തൃ സൗഹൃദവുമായ ടൂളുകളിലൂടെ എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. ചെറുകിട ബിസിനസ്സുകൾ മുതൽ വൻകിട കോർപ്പറേഷനുകൾ വരെ എല്ലാവർക്കും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറിയ ഓൺലൈൻ ഷോപ്പിന് AI ഉപയോഗിച്ച് ഉൽപ്പന്ന വിവരണങ്ങൾ, ബാനറുകൾ, വീഡിയോ പരസ്യങ്ങൾ എന്നിവ വേഗത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. ഇത് അവരുടെ മാർക്കറ്റിംഗ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുന്നു. വലിയ കമ്പനികൾക്ക് AI ഉപയോഗിച്ച് ഉപഭോക്തൃ ഡേറ്റ വിശകലനം ചെയ്യാനും വ്യക്തിഗതമായ ഓഫറുകൾ നൽകാനും ഉൽപാദന പ്രക്രിയകൾ ഒപ്റ്റിമൈസ് ചെയ്യാനും കഴിയും. എന്നാൽ ജനറേറ്റീവ് AIയുടെ ഈ വളർച്ചയോടൊപ്പം ധാർമ്മികവും സാമൂഹികവുമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ, യഥാർത്ഥമല്ലാത്ത വാർത്തകൾ അതായത് ഡീപ് ഫേക്സ്, കോപ്പിറൈറ്റ് ലംഘനങ്ങൾ, ബയസ്ഡ് ഡേറ്റ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഉദാഹരണത്തിന്, AI ജനറേറ്റഡ് വീഡിയോകളോ ചിത്രങ്ങളോ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് സമൂഹത്തിൽ ആശയക്കുഴപ്പമോ വിഭാഗീയതയോ സൃഷ്ടിക്കാം. അതുപോലെ AI മോഡലുകൾ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ പക്ഷപാതമുണ്ടെങ്കിൽ അത് AIയുടെ ഔട്ട്പുട്ടിലും പ്രതിഫലിക്കും. ഇത് നീതിപൂർവമല്ലാത്ത തീരുമാനങ്ങൾക്ക് കാരണമാകാം. ഇതിനെല്ലാം പുറമെ ജനറേറ്റീവ് AIയുടെ വ്യാപകമായ ഉപയോഗം തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് ഡിസൈൻ, എഴുത്ത്, മീഡിയ തുടങ്ങിയ മേഖലകളിൽ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 2025 ലോകമെമ്പാടുമുള്ള സർക്കാരുകളും സ്ഥാപനങ്ങളും AIയുടെ ഉത്തരവാദിത്തപൂർവമായ ഉപയോഗത്തിനായുള്ള നിയന്ത്രണങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. AIയുടെ ധാർമ്മിക ഉപയോഗം ഉറപ്പാക്കാൻ സുതാര്യത, ഡാറ്റ സ്വകാര്യത, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആവശ്യമാണ്. ഉദാഹരണത്തിന്, AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ വാട്ടർമാർക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ AI മോഡലുകൾ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ സെറ്റുകൾ കൂടുതൽ വൈവിധ്യമുള്ളതും നീതിപൂർവവുമാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. 2025 ജനറേറ്റീവ് AI മനുഷ്യന്റെ സർഗാത്മകതയെയും ബുദ്ധിശക്തിയെയും വർദ്ധിപ്പിക്കുന്ന ഒരു ശക്തമായ ഉപകരണമായി തുടരും. ഇത് ഡിജിറ്റൽ ലോകത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കുകയും മനുഷ്യർക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ ശക്തി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം നാം മറക്കരുത്. ജനറേറ്റീവ് AI മനുഷ്യന്റെ സഹായിയായി ലോകത്തെ കൂടുതൽ നല്ലതും സർഗാത്മകവുമായ ഒരിടമാക്കി മാറ്റാൻ കഴിയുമെന്നതിൽ സംശയമില്ല. എന്നാൽ അതിന്റെ വെല്ലുവിളികൾ നേരിടാനുള്ള ബുദ്ധിപൂർവമായ സമീപനവും നമുക്ക് ആവശ്യമാണ്.